നമസ്കാരം, രാഹുൽ വാണിയമ്പാറയാണ്. അങ്ങനെ നമ്മുടെ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ടാറിൻ്റെ അംശം വന്നിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ടാർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു നമ്മുടെയൊക്കെ ശക്തമായ പ്രതിഷേധം, നിങ്ങളുടെ ഷെയർ ഒക്കെ കണക്കിലെടുത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയും കളക്ടറൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഉടൻ നമുക്കറിയാം ഈ പ്രാവശ്യം കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. 3 മാസത്തോളമായി ഏകദേശം കനത്ത മഴ ഒട്ടും ഉണ്ടായിരുന്നില്ല. എങ്കിലും ടാറിങ് ആണ് ചെയ്യുന്നത്. ഇത് ഒരു ഫുൾ ടാറിങ് രീതിയിൽ ആണെന്നാണ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ളതാവട്ടെ, എന്തായാലും ബ്ലോക്ക് ഇല്ലാത്തൊരു കാലഘട്ടം നമുക്ക് ഉണ്ടാവട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താണിപ്പാടത്താണ്. കല്ലിടുക്ക് പാലമണിയുമായി ബന്ധപ്പെട്ട് ഇതിലൂടെയാണ് ഗതാഗതം കടത്തി വിടുന്നത്. അപ്പോൾ ഇത്ര നാൾ കോറി വേസ്റ്റ് ഇട്ട് കൂട്ടലായിരുന്നു. കോറി വേസ്റ്റ് ഇടൽ തന്നെ ഇടൽ. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കോറി വേസ്റ്റ് ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഷാജി കോടങ്ങണ്ട വക്കീലൊക്കെ തന്നെ കോടതിയിൽ ഇവിടുത്തെ റോഡിനെ കുറിച്ചല്ല, പാലിയക്കര ടോഡിൽ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ പോവുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ നാഷണൽ ഹൈവേക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ടാറ് കൊണ്ടിട്ട് റോഡിലെ കുഴി നികത്താൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എന്തായാലും വരും ദിവസങ്ങൾ ബ്ലോക്കില്ലാത്തൊരു കാലഘട്ടം ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. ഇതുപോലുള്ള വാർത്തകളായിട്ട് ഇനി നമുക്ക് കണ്ടുമുട്ടാം. മറ്റുള്ള ഭാഗങ്ങളിലെയും നല്ല രീതിയിൽ തന്നെ ടാറ് ചെയ്ത് കുഴികളടയ്ക്കാൻ ഇവർക്ക് കഴിയട്ടെ. ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ഇവരെ ചെയ്യുന്ന കാര്യങ്ങളിലെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചെയ്ത് കൊടുക്കാൻ തന്നെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം.